എടി നീ എന്തോന്നാ നീ പറയണത്? കൊച്ചിനെ കാണാനില്ലെന്നാ? എനിക്ക് ആലോചന ടെൻഷൻ ആവണം കേട്ടോ. എന്റെ കൊച്ചിനൊന്ന് വെട്ടല്ലേ. ഹലോ അമ്മ, കേക്കാവോ? അമ്മ, മോൾ അങ്ങോട്ടല്ലേ വന്നിരുന്നാ? ഇല്ല മക്കളെ, എന്തു പറ്റിയടി? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ വിളിക്കാം. ചേട്ടാ, അവൾ അവിടെ ഒന്നും പോയിട്ടില്ലെന്ന്. നീ ഇപ്പൊ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ പോയല്ലോ. മക്കളെ, ഞാൻ ഇവിടെ എല്ലായിടത്തും പോയി ചോദിച്ചു. അവള് ഈ പരിസരത്ത് ഒന്നും പോയിട്ടില്ല. ഹലോ ഹലോ ആളിയ എന്താടാ? എടാ, ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നോക്കിയടാ, അവിടെ ഒന്നും ചെന്നിട്ടില്ല. എടാ പിന്നെ കൊച്ചി രാത്രി തന്നെ ഇറങ്ങിപ്പോകത്ത ഗുണം വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ലടാ, എന്റെ ശ്രദ്ധയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എടാ, ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ നാട്ടുകാരാ ഇവന്മാർ പറഞ്ഞു തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല. ഒന്നാമത് നീ കൊച്ചിന്റെ സ്റ്റെപ്പ് ഫാദറും കൂടെ. നാലാൾ കേൾക്കി ഒന്ന് വഴക്ക് പറഞ്ഞാലും മതി, തീർന്നു. അളിയ ഞാൻ എടാ, ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ ഫോൺ വെച്ചോ. ഞാനേ കൊച്ചിന്റെ ഫോട്ടോ ജംഗ്ഷനിൽ പയ്യന്മാർക്ക് ഒന്ന് അയച്ചു കൊടുക്കട്ടെ. ഞാൻ മോളുടെ റൂം നോക്കിയിട്ടില്ല. എല്ലാവരും ചേർന്ന് നിന്നോ. ഓക്കെ, ഒന്നൂടെ. ബ്രോ ഒരു മിനിറ്റ്. മക്കളെ ചേർന്ന് നിന്നോ. ചിരിച്ചേ. ഓക്കെ. ഞങ്ങളായിരുന്നു. അമ്മയ്ക്ക് വിശക്കണല്ലേ? ഇല്ല, എന്ത് പറ്റി? മോക്ക് വിശക്കണുണ്ടോ? എന്നാലേ നമുക്ക് ഇതോടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോയി കഴിക്കാം. കുഴപ്പമില്ല, മോക്ക് വിശക്കണമെങ്കിൽ ഇപ്പോൾ കഴിച്ചിട്ടോ. പിന്നെ വാ. ആരുടെ? ഒരു മിനിറ്റ് ഇങ്ങോട്ടോ. ബ്രോ ഒരു മിനിറ്റ്. എന്താ എടാ, നല്ലൊരു ദിവസമായിട്ട് ആ കൊച്ചിനെ എന്തിനാടാ നിങ്ങളുടെ കൂടെ വെച്ച് ഫോട്ടോ എടുത്തത്? നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും? അമ്മ, ഇത് രേവതിയുടെ സെക്കൻഡ് മാരേജ് ആണെന്നും അവൾക്ക് ആദ്യത്തെ കല്യാണത്തിൽ കൊച്ചുണ്ടെന്ന് അറിയാമെന്നുള്ളൊരു മാത്രമേ എന്നോട് വന്നിട്ടുള്ളൂ. പിന്നെ നക്ഷത്രം എനിക്കെന്നെ സ്വന്തം മോളെ പോലെയാണ്. അവൾക്കും എന്നെ നല്ല കാര്യമുണ്ട്. നാളെ എൻ്റെ രേവതിയുടെയും ജീവിതത്തിൽ കുഞ്ഞ് വന്നാലും എൻ്റെ മൂത്ത മോളുടെ സ്ഥാനത്ത് നക്ഷത്രം തന്നെ ആയിരിക്കും. അമ്മ വെറുതെ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ വന്ന ആൾക്കാരെ കഴിക്കാൻ വല്ലതും കൊടുക്കാൻ നോക്കും. ആ പറ കല. എന്തായി പിള്ളേരെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട്? ഓ, എന്തിനായോ എന്തോ, ഫോൺ വിളിച്ചിട്ട് പിള്ളേരെ എടുക്കണോ ഇല്ല. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടാ മതിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അരുണിന്റെ സ്വന്തം ചൊരയിലുള്ള ഒരു കൊച്ചു ചേച്ചി അമ്മുമ്മന്ന് വിളിക്കുന്നത്, അതൊരു ഇത് തന്നെയല്ലേ? പിന്നെ അല്ലാതെ. എടി, അവര് വന്നെന്ന് വന്നു. ഞാൻ പിന്നെ വിളിക്കാവേ. എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? ഉമ്മ നമ്മുടെ പ്രോജക്റ്റ് ഫാമിലി ട്രീ കൊള്ളാവോ? ആഹാ, കൊള്ളാല്ല. സംഭവം കൊള്ളാം മോളെ, പക്ഷെ ഇതിനകത്തൊരു കറക്ഷൻ ഉണ്ടല്ലോ. എന്ത് കറക്ഷൻ? ഞാൻ, അമ്മ, അച്ഛൻ. കറക്റ്റല്ലേ? ഇതിനകത്തെ ഒരു ബ്രാഞ്ചും കൂടെ വരയ്ക്കണം. മോക്ക് കൂട്ടായിട്ടെ ഒരാളും കൂടെ അങ്ങോട്ട് വരാൻ പോവുകയാണ്. തന്നെ മക്കളെ, ഞാൻ ഇത്രയും നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ എന്തോന്ന് പറഞ്ഞു മക്കളെ? അമ്മ പേടിക്കാനൊന്നുമില്ല, പക്ഷെ ഒരു മാസം ഫുൾ റെസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ?
24 മണിക്കൂർ ഇവളുടെ കൂടെ പുന്നരിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. വേണ്ട, ഇനി തൊട്ട് എൻ്റെ മോക്ക് നല്ല റെസ്റ്റ് കൊടുക്കണം. ഇതെപ്പിടി, ഇതത്രയും എടുത്തിട്ടേ മോളിൽ പോയിരുന്ന് പഠിക്കേ. മക്കളെ, ഈ സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എടാ, നമുക്ക് കുടുംബ ഗൗരിൽ പോയി പ്രാർത്ഥിക്കണം. അമ്മാനൊക്കെ ഇഷ്ടംപോലെ സമയം കിടക്കല്ലേ, പോവാം. പോടാ അവിടെ നിന്ന്. ഞാൻ എന്തുമാത്രം നേർച്ച നേർന്നിട്ടാണ് ഇത് കിട്ടിയെന്നറിയാവോ? നമുക്ക് ഉടനെ പോണം. ശരി, സമ്മതിച്ചു, ഉടനെ പോവാം. എന്തൊരു മോളെ? എന്തോ ശബ്ദം കേട്ടത്? അയ്യോ, എടാ, നീ ഇത് രേവതിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തതല്ലേ? അതെ. എന്തോന്ന് മോളെ ഇത്? സൂക്ഷിക്കണ്ടേ? കാലിലെങ്ങാനും കൊണ്ട് കയറിയിരുന്നെങ്കിലാ? നീ അവിടെ നിന്ന് മാറി റൂമിലോട്ട് പോ. നീ എന്തോ ഞാൻ ഈ സമയത്ത് മാറിയില്ല, ഞാൻ നോക്കിക്കോളൂ. ചേട്ടാ പതുക്കെ സൂക്ഷിച്ച്, കാലൊന്നും കൊള്ളല്. ഞാനേ ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. സൂക്ഷിച്ചിറങ്ങണേ. ആ നീ മനഃപൂർവ്വം പൊട്ടിച്ചതല്ലേടി? ഇല്ല അമ്മൂമ്മ, ഞാൻ അറിയാതെ. ആരുടെ ഇതിന്റെ അമ്മൂമ്മ? എന്നെ അമ്മൂമ്മ എന്ന് വിളിക്കാനേ എൻ്റെ മോൻ താമസിയാതെ ഒരു കൊച്ചുണ്ടാവും, അത് എന്നെ വിളിച്ചോളൂ. അത് പറഞ്ഞത് വരേ ഉള്ളൂ നിന്റെ ഇവിടത്തെ കളി. പിന്നെ ഞാൻ നിന്നെ കാണിച്ചു തരാം. ഓക്കെ, കുഴപ്പമില്ല. എന്താ മോളെ? എനിക്ക് ഈ തുണി ഒന്ന് കഴുകണമായിരുന്നു. മോളെ, അമ്മയ്ക്ക് ഒട്ടും വയ്യായിരിക്കല്ലേ? ഒരു കാര്യം ചെയ്യും, ഞാൻ അമ്മൂമ്മ അടുത്ത് പറയാം. അമ്മ, അമ്മ. എന്താടാ വിളിച്ചാ? മോളുടെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലേക്കോ? അതിനെന്ത്, വാ. അല്ലെങ്കിലേ ഇത്രയും തുണിക്ക് വേണ്ടി വാഷിംഗ് മെഷീൻ ഇടുന്നത് വേസ്റ്റാണ്. അതുകൊണ്ട് നീ ബാത്റൂമിൽ പോയി കഴുകിയാൽ മതി. അമ്മമ്മ, എനിക്കത് അറിഞ്ഞൂടാ. അങ്ങനെ പറഞ്ഞ ഇങ്ങനെ തന്നെ പഠിക്കണത്. ഏത് സമയം നിന്റെ അമ്മ ഒന്ന് കഴുകി തരുമോ? പോ. അവിടെ സത്യം പറ, ഞാനിങ്ങനെ കൂടെ വന്നിരിക്കാൻ വേണ്ടിയിട്ടില്ല ഇതാ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുന്നത്. ഓ പിന്നെ ഇപ്പോഴല്ലേ എനിക്ക് മര്യാദയ്ക്കൊന്ന് അടുത്ത് കിട്ടും. അപ്പം ഞാൻ ഒന്ന് എൻജോയ് കിട്ടും. എൻജോയ് ചെയ്യാവുന്നതൊക്കെ ഇപ്പം തന്നെ എൻജോയ് ചെയ്തോണം. വാവ വന്നു കഴിഞ്ഞാലേ എൻ്റെ ഫുൾ കെയർ ഇങ്ങോട്ടായിരിക്കും. ഇല്ല മക്കളെ? അയ്യോ, മക്കളെ അച്ഛൻ പറഞ്ഞ കേട്ടാ, ഫുൾ കെയർ നിനക്ക് മാത്രമേ തരുള്ളൂ, എന്നെ നോക്കൂല. എന്തൊക്കെ മോളെ, ഉറങ്ങിയില്ലേ? അമ്മ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ? അച്ഛൻ എന്നെ വിട്ടു പോയ പോലെ അമ്മ എന്നെ വിട്ടു പോവോ? അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിക്കല്ലേ. അമ്മ എൻ്റെ പൊന്നെ വിട്ടിട്ട് ഒരിടത്തും പോവില്ല. എന്നും ഇതുപോലെ കെട്ടിപ്പിടിച്ച് കൂടെ തന്നെ ഉണ്ടാവും. രേവതി, ഇതെങ്ങനെയുണ്ട്? ഈ കളർ നിനക്ക് നന്നായിട്ട് ചേരും. ആ, പുറത്തിടാ ഇത് അടിപൊളി. വീട്ടിൽ ഇടാനേ നമുക്ക് ആദ്യം നോക്കി കോട്ട് സെറ്റും കൂടെ എടുക്കാം. മോളവിടെ? അവൾ അവിടെ ഇരിക്കും.
അവളെന്തിനാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? എന്താണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? എണീറ്റ് വാ. ഇല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. അച്ചു ഇതെങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ചേരുവോ? കൊള്ളാം. മാം, ഇത് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിനും ബേബി ഷവറിനും ഉള്ള കളക്ഷൻസ്. ഇത് കൊള്ളാല്ലേ? അടുത്ത അങ്ങോട്ട്. ഈ കളർ കുറച്ചുകൂടെ കൊള്ളാൻ തോന്നുന്നു. ഫസ്റ്റ് ബേബി പ്രഗ്നന്റ് ആയിരുന്നപ്പോഴേ ശരിക്കും ഒരു ഫോട്ടോ പോലും നേരെ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും പൊളിക്കും അല്ലേ? പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ മോഡൽസ് ഒക്കെ ഉണ്ടാവോ? മാം, ഇത് ഞങ്ങളുടെ തന്നെ ലേറ്റസ്റ്റ് കളക്ഷൻ ആണ്. sivamoms.com നോക്കിയാൽ മതി. എൻ്റെ ഒരു പ്രഗ്നൻസി ജേണിയിൽ അമ്മയ്ക്കും കുഞ്ഞിനുള്ള എല്ലാ പ്രോഡക്ട്സും സൈറ്റിൽ അവൈലബിൾ ആണ്. വേൾഡ് വൈഡ് ഷിപ്പിംഗും ഉണ്ട്. പിന്നെ ഈ പ്രഗ്നൻസി വ്ലോഗിലൊക്കെ കാണൂലേ, ഈ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഐറ്റംസ് ലിസ്റ്റ് ഉണ്ടോ? അതിപ്പോഴേ വാങ്ങിച്ചു വെച്ചല്ലേ, സമയത്ത് ഓടണ്ടല്ലോ. അതൊന്നും സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അമ്മയ്ക്കും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഫുൾ ഐറ്റംസ് മെറ്റേണിറ്റി കിറ്റ് ആയിട്ട് തന്നെ ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. മാം വരും. ഇവിടെ നിൽക്കായിരുന്നാ മോളെ? ഇങ്ങനെ കറങ്ങി നിൽക്കാതെ നമ്മുടെ ബേബിക്കുള്ള കുഞ്ഞുടുപ്പും പിന്നെ താണ്ട് ഇതുപോലത്തെ തൊട്ടിലൊക്കെ മാച്ച് ആവുന്നൊക്കെ നോക്ക്. ഇതൊക്കെ പിന്നെ ആരാണ് നോക്കേണ്ടത്? നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് കുറെ ഹോംവർക്ക് ഉണ്ട്. ഓ പിന്നെ ഹോംവർക്ക് വീട്ടിൽ പോയെങ്കിൽ അവളങ്ങ് പഠിച്ചു മറിക്കും. വാ പോരട്ടെ, കാണിച്ചു തരാം കേട്ടോ. വാ. ഇതെന്താ അച്ഛൻ്റെ അമ്മയുടെ ഡ്രസ്സ് ഇവിടെ? വന്ന കൊച്ചു ജനിച്ച അവർ ഇരിക്കുന്ന മുറി അവർക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി തൊട്ട് ഇതാണ് അവരുടെ മുറി. അപ്പൊ ഞാൻ എവിടെ കിടക്കും? നിനക്ക് ബുക്കും തുണിയും വയ്ക്കണം. ഉറക്കം വന്നാ കിടക്കണം. അത്രയല്ലേ ഉള്ളൂ. നീ ആ ഹാളിലെ സൈഡ് മുറി എടുത്തോ. ഇല്ലെങ്കിലും നിനക്കെന്തിനാ ഇത്രയും വലിയ മുറി? അയ്യോ, അങ്ങനെയല്ല. ആ മുറിയിൽ അത്രയും പഴയ സാധനങ്ങൾ ഫയലല്ലേ, ഞാൻ എങ്ങനെ അവിടെ കിടക്കും? നിന്റെ വർത്താനം കണ്ടില്ലേ? നിനക്ക് സൂയിച്ച് ജീവിക്കണമെങ്കിലേ നിന്റെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കണം. അവിടെയാണെങ്കിൽ നിന്റെ ഒറിജിനൽ അമ്മൂമ്മ ഉണ്ടല്ലോ. അല്ലെങ്കിൽ മരിച്ചുപോയ നിന്റെ അച്ഛൻ്റെ വീട്ടുകാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അങ്ങോട്ട് പോ. ഇത് ശരിക്കും പറഞ്ഞ അതാണ് നിന്റെ വീട്. ഞാൻ നിന്നെ അങ്ങോട്ട് പറപ്പിക്കും, നോക്കിക്കോ. ചേട്ടാ, നാളെ ചെക്കപ്പിനുള്ള അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്തായിരുന്നോ? ബുക്ക് ചെയ്തായിരുന്നു. നാളെ ഒരു 8:30 ആകുമ്പോൾ ഇവിടെ ഇറങ്ങണം കേട്ടോ. മോളെ, എനിക്ക് സീരിയസ് ആയിട്ട് മോളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്തു പറ്റിയമ്മ? വേറെ ഒന്നുമല്ല. മോള് പ്രഗ്നൻ്റ് ആയതിനു ശേഷമേ നക്ഷത്രയുടെ കാര്യം നോക്കാൻ മോൾക്ക് സമയം കിട്ടുന്നുണ്ടോ? അമ്മ സത്യം പറഞ്ഞാൽ ഇന്നലെയും കൂടെ ഇവിടുത്തെ ഈ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കൊച്ചുണ്ടാകും, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് മാറണതിൽ തെറ്റൊന്നുമില്ല. അത് നക്ഷത്രയ്ക്ക് മനപ്രയാസം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ തിരക്കൊക്കെ തീർന്നവരെ കൊച്ചിനെ നിന്റെ അമ്മയെടുത്താക്കാം. അതമ്മ മോളവിടെ ഒട്ടും കംഫർട്ടായിരിക്കില്ല. പണ്ടെനിക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കൊണ്ടാക്കിയിട്ട് നമ്മളെ കാണാതെ രാത്രി എടുത്ത് കരങ്ങി അന്ന് തന്നെ പോയി വിളിച്ചുകൊണ്ട് വരേണ്ടി വന്നു. അതുപോലെ ഇവളുടെ അമ്മ കുറച്ച് പട്ടാള ചിട്ടേക്കല്ലേ, മോക്കമ്മയെ ഭയങ്കര പേടിയാണ്. പിന്നെ അമ്മ അവൾ ഇന്നുവരെ എൻ്റെ അടുത്തുനിന്ന് മാറി നിന്നിട്ടുമില്ല. ഈ കാലത്ത് പിള്ളേരെ നിലയ്ക്ക് നിർത്താനേ കുറച്ച് പട്ടാള ചിട്ടയൊക്കെ വേണം. ഒന്നുമില്ലേലും രേവതിയുടെ അമ്മയടുത്തല്ലേ ആക്കണത്. പേടിക്കണ്ട. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയം നമുക്ക് ടെൻഷൻ അടിക്കണ്ട. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഈ സൺഡേ ഞാൻ അവളെ കൊണ്ടാക്കാം. അയ്യോ, അതിനുവേണ്ടി നീ മെനക്കരുണ്ട, ഞാൻ കൊണ്ടാക്കാം. കയ്യോടി മോളുടെ അടുത്ത് പറഞ്ഞിട്ട് വരാവേ. എല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നാ? നിന്നെ ഞാൻ ഇവിടെ ഇത് പറപ്പിക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ലാന്ന് മനസ്സിലായ? ഞാൻ അമ്മൂമ്മയുടെ വീട്ടിൽ പോവൂല, നോക്കിയോ? അത് നീയാണ് തീരുമാനിക്കണത്. നിന്റെ ഇഷ്ടമൊന്നും ഇവിടെ നടക്കൂല. ഞാൻ അച്ഛനും അമ്മയും വിട്ട് ഒരിടത്തും പോവൂല. ആരുടെ നിന്റെ അച്ഛനും അമ്മയും? ഞങ്ങൾ നിന്റെ ആരുമല്ല. മേലാ നിന്റെ വീട്ടിൽ കണ്ടോലും ഇറങ്ങടി. നിന്നെ ഞാൻ ഇവിടെ ഇത് പറപ്പിക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ലാന്ന് മനസ്സിലായ?
അമ്മ അമ്മ എന്ത് പറ്റി ഇനി? എടാ, എനിക്ക് നിന്റെ കൊച്ചിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനു മുമ്പ് ഈ പെണ്ണ് എന്നെ കൊല്ലും. അയ്യോ അമ്മ എന്തോ നമ്മ പറയണേ? ഇന്നലെ അവള് കളിപ്പാട്ടെല്ലാം വലിച്ചു വാരി ഇട്ടിരുന്നു. ഞാൻ അതിനെ അടുക്കി പറക്കി വയെന്ന് പറഞ്ഞിട്ട് അവൾ വഴക്ക് പറഞ്ഞു. നമ്മുടെ സ്വന്തം കൊച്ചെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വഴക്ക് പറഞ്ഞത്. ആ ദേഷ്യത്തിൽ ഞാൻ നടക്കുന്ന ഇടത്തിൽ ഈ കളിപ്പാട്ടെല്ലാം വാരിയിട്ട് എന്നെ തള്ളിയിട്ട്. മോൾ എന്താണ് ഈ കാണിച്ചത്? അമ്മൂമ്മ മോളെ നല്ലതിന് വേണ്ടിയിട്ടില്ല ഇതൊക്കെ പറയുന്നത്. അതിനിങ്ങനെയാണോ ചെയ്യുന്നത്? ദീ വന്നു നിനക്ക് തീരെ ഒരു അനുസരണ ഇല്ലല്ലേ? ഒരിടങ്ങ് തന്നോണ്ടല്ലോ. അതെങ്ങനെ? ഞാനല്ലേ കൊഞ്ചി വഷളാക്കിയത്. ഞാൻ കൂടെ പിടിക്കാം. അവള് വഴക്ക് പറയണ്ട മക്കളെ, കൊച്ചല്ലേ. എല്ലാരും കൊച്ചായിട്ട് തന്നെയല്ലേ അമ്മ വലുതാവണത്. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ വലുതാകുമ്പോ എന്തായിരിക്കും പൊടിപ്പ്? അവൾ അഹങ്കാരം നോക്ക്. അച്ഛണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. എനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ആരുമില്ല. അമ്മ വരെ എന്നെ ചുമ്മാ വഴക്കുറയ്യ. എനിക്കിവിടെ നിൽക്കാൻ വയ്യ അച്ഛ. നക്ഷത്രേ മോളെ, കുറെ നേരം ആയല്ലോ കഥ അവിടെ ചാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. നക്ഷത്രേ മോളെ, നക്ഷത്രേ മോളെ. എനിക്ക് ആലോചന ടെൻഷൻ ആവണം കേട്ടോ. ഈശ്വരന്റെ കൊച്ചിനൊന്ന് വരുത്തല്ലേ. ഹലോ, ബാക്കിയില്ലാത്ത നേരത്തെ ഒരു കൊച്ചിനെ ഇവിടെ കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചു. പിന്നെ നേരത്തെ പയ്യന്മാർ നിന്റെ മോള് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ചു തന്നായിരുന്നു. ഈ വീടിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കണ ഞാനാ, അതുകൊണ്ടാണ് മോളെ ഞാൻ കണ്ടത്. താങ്ക്സ് അമ്മ, വലിയ ഉപകാരം. മോളെ രാത്രി സമയങ്ങളിൽ ഇങ്ങനെ വീട്ടിൽ ആരോടും പറയാതെ പുറത്തൊന്നും ഇറങ്ങി പോരുത് കേട്ടോ. ആരെങ്കിലും പിടിച്ചോണ്ട് പോയാലോ. മോളെ വാ പോവാം. മോളെ പോവാന്ന്. ഇല്ല, ഞാൻ പറഞ്ഞില്ല. മോളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നീ വിളിച്ചോണ്ട് പോ. ഞാൻ പോട്ടാടാ. മോളെ മോളെ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അച്ഛനമ്മ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? ഞാൻ പോയാൽ നിങ്ങൾക്കെന്താ? അല്ലെങ്കിലും വാവാന്ന് എന്നെ ആർക്കും വേണ്ടല്ലോ. മോളെ വേണ്ടെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അച്ഛനമ്മ ഇത്രയും ടെൻഷൻ അടിക്കുമായിരുന്നു നിന്നെ കാണാതായപ്പോൾ. പിന്നെ മോളുടെ ഫാമിലി ട്രീ അച്ഛൻ കണ്ടായിരുന്നു. എന്തിനായാലും ഫോട്ടോസൊക്കെ വെട്ടിക്കളഞ്ഞത്. അത് കണ്ടപ്പോൾ അച്ഛന് ശരിക്കും വിഷമമായി കേട്ടോ. അത് പിന്നെ അച്ഛ, അമ്മൂമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അമ്മൂമ്മ എന്താ പറഞ്ഞു? അച്ഛനൊന്നും അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ലേ? ഞാൻ മനഃപൂർവ്വം പൊട്ടിച്ചതല്ല, എൻ്റെ കയ്യിൽ നിന്ന് തട്ടി വീണതാ. പിന്നെ അന്ന് അമ്മൂമ്മ വീണില്ലേ, അത് കള്ളവാ. ഞാൻ രാത്രി ടോയ്സൊക്കെ അടുക്കി ഷെൽഫിൽ വെച്ചിട്ടാണ് കിടന്നത്. ആ പേരും പറഞ്ഞ് എൻ്റെ അമ്മൂമ്മ കുറേ വഴക്ക് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഞാൻ ശല്യം വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം അച്ഛ. അങ്ങനെ പോകണമെങ്കിൽ പൊയ്ക്കോ, ഞാൻ കൊണ്ടാക്കുകയും ചെയ്യാം. മോളുടെ അമ്മ ഒരുപാട് ഇരുന്ന് കരയുകയും ചെയ്യും. പക്ഷെ പ്രധാന പ്രശ്നം അതല്ല.
കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊരു അനിയനും അനിയത്തിയും വന്നിട്ട് കൂടെ കളിക്കാനുള്ള ചേച്ചി എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്തോന്ന് മറുപടി പറയും? അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞാവ് വന്നപ്പോഴേ കുറച്ച് സ്നേഹം എനിക്ക് അങ്ങോട്ട് പോയെന്നുള്ള സത്യമുണ്ട്. പക്ഷെ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? മോക്ക് കൂട്ടിൻ്റെ ആൾ വരുമ്പോഴത്തേക്കും ആ ആളുടെ കാര്യങ്ങൾ നോക്കണ്ടേ? പിന്നെ ഈ കുഞ്ഞാവ് വന്നു കഴിഞ്ഞാൽ മോള് വേണം അവൻ്റെ ആയാലും അവളുടെ ആയാലും കാര്യങ്ങളൊക്കെ നോക്കാൻ. ചുമ്മാരുമാതിരി വളർത്തി വഷളായി കളയരുത്. അങ്ങനെയാണെങ്കിൽ രാത്രി ഇതുപോലേക്ക് ഇറങ്ങി പൊക്കളയും കേട്ടാ. അച്ഛ സോറി അച്ഛ, ഞാൻ അപ്പോഴത്തെ വിഷമത്തിൽ വന്നതാ. പോട്ടടാ, സാരമില്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് സമയമായി. അമ്മ അവിടെ കാത്തിരിക്കുകയായി. നമുക്ക് പോവാം. ഇതെവിടെയായിരുന്നു നീ? അമ്മ എന്ത് മാത്രം പേടിച്ചോ എന്നറിയോ? നിന്റെ തോന്നിയാസൊന്നും ഇനി ഇവിടെ നടക്കില്ല. നിന്റെ പേരെ കൊച്ചിനെയും വെച്ചിട്ട് അവിടെ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? അരുണെ, നാളെ തന്നെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടാക്കണം. അമ്മ അവൾ ഒരിടത്തും പോകാൻ പോണില്ല. അങ്ങനെ കൊണ്ടുകളെ ഇത് പട്ടിയും പൂച്ചയൊന്നുമല്ല, ഞങ്ങളുടെ മോളാണ്. ഞങ്ങളുടെ മോളോ? ഇവള് പ്രസവിച്ചെന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെയാ നിന്റെ മോളാകണത്? ജന്മം കൊടുത്തോണ്ട് മാത്രം അച്ഛനാവണമെന്നൊന്നുമില്ല. അമ്മയുടെ അച്ഛൻ ചെറുപ്പത്തിലെ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയല്ലേ. അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ജന്മം തന്നു എന്നല്ലാതെ അങ്ങനെ മര്യാദയ്ക്ക് നിങ്ങളെയൊക്കെ നോക്കിയിട്ടുണ്ടോ, ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ? അപ്പൊ ജനിപ്പിച്ചുകൊണ്ട് മാത്രം ഒരു കാര്യം ഇപ്പൊ മനസ്സിലായല്ല. പിന്നെ അമ്മയോട് ചെയ്തേക്കാൻ ഞാൻ അറിഞ്ഞു. എങ്ങനെ അമ്മ ഈ കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ച ഇവളാണ്. ഇവളുടെ അമ്മ രണ്ടാമതാണ് ഞാൻ കല്യാണം കഴിച്ചതൊക്കെ നന്നായിട്ട് അറിയാം. എന്നിട്ട് ഇവളെന്നെ മനസ്സിറങ്ങി അച്ഛാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കുന്നവരെ എനിക്കത് കേൾക്കണം. അതിനെ അമ്മയെന്നല്ല ആര് വിചാരിച്ചാലും മാറാനും പോണില്ല. ഈ ജന്മത്തിൽ ഇവളൊരു കൊച്ചുമോളായിട്ട് കാണാൻ അമ്മയ്ക്ക് പറ്റൂല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവളെ അമ്മയെ കാണുന്നത് സ്വന്തം അമ്മുമ്മയായിട്ടാണ്. ഈ വെറുപ്പൊക്കെ മാറ്റി വെച്ചിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ആ മോളെ, ഒരു സെക്കൻഡ് മാരേജിലേക്ക് കടക്കുമ്പോൾ മുതിർന്നവർ അഡാപ്റ്റ് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് പുതിയ വീടും സാഹചര്യങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവരുടെ ആ കുഞ്ഞു മനസ്സിൽ ഒരുപാട് പേടിയും സംശയങ്ങളും ഒക്കെ കാണും. അതൊക്കെ മാറ്റി അവരെ കംഫർട്ടബിൾ ആക്കേണ്ടത് മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ പുതിയൊരു കുഞ്ഞ് വരുന്ന സാഹചര്യത്തിൽ പുതിയ ആൾ വരുമ്പോൾ എന്നെ ഇനി ആർക്കും വേണ്ടാതാവുമോ, എല്ലാവരുടെയും സ്നേഹം കുറയുമോ എന്നൊക്കെ ഉള്ള പേടി പലപ്പോഴും മൂത്ത കുട്ടികൾക്കുണ്ടാവും. ആ സമയത്ത് അവർക്ക് ആ പേടി തോന്നാത്ത വിധം അവരെ കൂടുതൽ സ്നേഹിക്കേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും നിങ്ങളാണ്. പിന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, സ്വന്തം ചോരയിൽ പിറന്നാൽ മാത്രമേ അവർ മക്കളാകൂ എന്ന് ചിന്തിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർ ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഒരു കുഞ്ഞിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ അവർ സ്വന്തം ചോരയാവണമെന്നൊന്നുമില്ല. അതിന് നല്ലൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. രക്തബന്ധത്തെക്കാൾ വലുതാണ് സ്നേഹബന്ധമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഇത്തരം വീഡിയോസ് പലരെയും മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്ന സിവ മെറ്റേണിറ്റി വെയർ. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നവജാത ശിശുക്കൾക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ.